ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും അനേകം നേഴ്സുമാരാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കാരണമല്ല, ഇതിന് പല കാരണങ്ങളുണ്ട്. അതായത് സാലറി ആയിരിക്കും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. അവരർഹിച്ച വേതനം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒറ്റ കാരണമായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ഈ ഒരൊറ്റ കാരണമല്ല, പല കാരണങ്ങൾ കൊണ്ടാണ് നേഴ്സുമാർ ഇവിടെ തുടരാൻ താല്പര്യം കാണിക്കാതെ വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ പരിഹാരവും നമുക്ക് നോക്കാം. ഒരാശുപത്രിയുടെ ബാക്ക് ബോൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ബിൽഡിങ്, എക്യുപ്മെൻറ്റ്, മോഡേൺ ടെക്നോളജി, മെഷീൻസ് ഇതെല്ലാമായിരിക്കും പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രിയുടെ ബാക്ക് ബോൺ മനുഷ്യന്മാരാണ്. ഡോക്ടർമാരാണ് ചികിത്സയുടെ ദിശ തീരുമാനിക്കുന്നത്. പക്ഷേ രോഗിയോടൊപ്പം ദിവസവും രാത്രിയും സമയം ചെലവഴിച്ച് ആ ചികിത്സ നടപ്പാക്കുന്നത് നേഴ്സുമാരാണ്. ഒരു രോഗിയുടെ മരുന്നാണെങ്കിലും, അവരെ നിരീക്ഷിക്കുന്നതാണെങ്കിലും, അവർക്ക് ആശ്വാസം പകരുന്നതാണെങ്കിലും, കുടുംബത്തോടൊപ്പം കൂടെ നിൽക്കുന്നതും എല്ലാം നേഴ്സുമാരാണ്. അതുകൊണ്ടാണ് നേഴ്സിംഗ് പ്രൊഫഷനെ ഒരു സാധാരണ ജോലിയായിട്ട് ആരും കണക്കാക്കാത്തത്. അത് മനുഷ്യപരമായിട്ടുള്ള കെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്നിട്ടും ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് പഠിച്ചും പരിശീലനവും നേടിയിട്ടുള്ള അനേകം നേഴ്സുമാർ വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? ആദ്യമായിട്ട് നമ്മൾ തുറന്നു പറയേണ്ട ഒരു കാര്യം ബഹുമാനമാണ്. പല വികസിത രാജ്യങ്ങളിലും നേഴ്സിംഗ് പ്രൊഫഷനെ വളരെ ഉയർന്ന രീതിയിലാണ് ബഹുമാനിക്കുന്നത്. അവിടെ ഒരു നേഴ്സ് ഒരു സഹായി മാത്രമായിട്ടല്ല കണക്കാക്കുന്നത്, അവരൊരു ക്ലിനിക്കൽ പ്രൊഫഷണലായിട്ടാണ് കണക്കാക്കുന്നത്. അവരുടെ ഒരു ഒബ്സർവേഷൻ, അവരുടെ ഒരു ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ്, അവരുടെ ഒരു എക്സ്പീരിയൻസ്, ഇതെല്ലാം വലിയ വില നൽകുന്നുണ്ട്. പുറത്ത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്ടർമാർക്കും അത് പറയാൻ പറ്റും. ICU പോലുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും രോഗിയുടെ നില മാറ്റം വരുന്നത് ആദ്യം കണ്ടെത്തുന്നത് നേഴ്സുമാർ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ ഒബ്സർവേഷൻ പലപ്പോഴും ജീവൻ രക്ഷിക്കുന്നതാണ്. ഞാൻ തന്നെ UAയിലും UK കണ്ടിട്ടുള്ളത്, ഇവിടെ എല്ലാം കുറച്ചും കൂടെ റെസ്പെക്റ്റ് നേഴ്സിങ്ങിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നേഴ്സസിന് കാണിക്കുന്ന ഒരു പ്രൊഫഷണൽ റെസ്പെക്റ്റ് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. എന്നാൽ ഇന്ത്യയിലെ ചില ആശുപത്രികളിൽ ഇപ്പോഴും നേഴ്സിംഗ് പ്രൊഫഷനെ വേണ്ടത്ര ബഹുമാനത്തോടെ കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. നിങ്ങൾക്കും അംഗീകരിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ അവരുടെ അഭിപ്രായം കേൾക്കാറില്ല, ചിലപ്പോൾ അവരുടെ ജോലിയെ വില കുറച്ച് കാണാറുണ്ട്, ഇതൊരു വലിയ കാര്യമല്ല എന്ന് കണക്കാക്കാറുണ്ട്. പക്ഷെ ഇതൊരു പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ്, അല്ലേ? ഇത് സാമ്പത്തികമായ പ്രശ്നമല്ല, ഇതൊരു പ്രൊഫഷണൽ കൾച്ചറിൻ്റെ പ്രശ്നമാണ്. ഇത് മാറ്റാനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഡോക്ടേഴ്സും അതുപോലെ സൊസൈറ്റിയുമാണ് തീരുമാനിക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുക. നേഴ്സിംഗ് പ്രൊഫഷണത്തിനെ ബഹുമാനത്തോടെ കാണാനായിട്ട് തുടങ്ങണം. മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും ആശുപത്രി സംവിധാനത്തിലും നേഴ്സസ് ഒരു ഈക്വൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ അവരെ കാണാനായിട്ട് തുടങ്ങണം. ഇത് വളരെ പ്രധാനമാണ്. ഈ മാറ്റം സംഭവിച്ചാൽ നേഴ്സിംഗ് പ്രൊഫഷനെക്കുറിച്ചുള്ള മനോഭാവം തന്നെ വലിയ രീതിയിൽ മാറ്റാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് പോകാനായിട്ടുള്ള ഒരു പ്രധാന കാരണം ശമ്പളമാണ്. അത് നമുക്ക് ഒളിച്ചു വയ്ക്കാനായിട്ട് കഴിയില്ല. അതായത് നമ്മളിപ്പോൾ UA പോലുള്ള രാജ്യങ്ങളിൽ ഒരു നേഴ്സിന് അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു 5,000 to 15,000 ദിർഹം കിട്ടും. അതായത് 1 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെയൊക്കെ അവർക്ക് ശമ്പളം കിട്ടും. അത് വളരെ കൂടുതലാണ്. ചില ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട്, ഇൻഷുറൻസ് ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാരണം അവർ വിചാരിക്കുമ്പോൾ ഒരു കുടുംബം സസ്റ്റെയിൻ ചെയ്യാൻ സാമ്പത്തികമായി കൂടുതൽ സ്ഥിരത എവിടെയാണെന്ന് അവർ ചിന്തിക്കുമ്പോൾ അവർ മറ്റു രാജ്യങ്ങളിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ അനേകം നേഴ്സുമാർ വിദേശത്തേക്ക് പോകാനുള്ള കാരണം അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ സാമ്പത്തിക വ്യത്യാസമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ആശുപത്രികളുടെ വരുമാന മോഡൽ വളരെയധികം വ്യത്യാസമാണ്. പലർക്കും ഇൻഷുറൻസ് ഉണ്ട്. ഒരു സാധാരണ ഒരു OP കൺസൾട്ടേഷന് അവിടെ 5,000 രൂപയാണ്, ചിലപ്പം 10,000 രൂപ വരെ ചില കൺസൾട്ടേഷൻ ഉണ്ട്. പക്ഷേ കേരളത്തിലെ ആശുപത്രികളുടെ കൺസൾട്ടേഷൻ 200 മുതൽ 500 വരെയാണ്. ഈ ഒരു വ്യത്യാസവും കൂടെ നമ്മൾ ഓർക്കണം. ആശുപത്രികളുടെ റവന്യൂ സ്ട്രക്ചർ തന്നെ 10 മുതൽ 20 ഇരട്ടി വ്യത്യാസമുള്ളത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അറിയണം. ഇപ്പോൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് കൂടുതൽ ശമ്പളം നൽകാൻ അതുകൊണ്ടാണ് ബാക്കി രാജ്യങ്ങൾക്ക് കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇന്ത്യയിലുള്ള നേഴ്സുമാർക്ക് ശമ്പളം കൂട്ടില്ല എന്നല്ല. നേഴ്സിംഗ് സാലറി ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ഉയർത്താം. ശമ്പളം ഉയർത്തുമ്പോൾ ഹോസ്പിറ്റൽ റവന്യൂ മോഡൽ നോക്കണം, പേഷ്യൻ്റ് അഫോർഡബിലിറ്റി നോക്കണം, ഹെൽത്ത് കെയർ എക്കണോമിക്സ് നോക്കണം. ഇത് മൂന്നും പരിഗണിച്ചിട്ട് വേണം സാലറി ഫിക്സ് ചെയ്യാൻ. മൂന്നാമതായിട്ട് നേഴ്സുമാർ പുറത്തോട്ട് പോകുന്നതിൻ്റെ മറ്റൊരു കാരണം ജോലി സാഹചര്യമാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ നേഴ്സ് ടു പേഷ്യൻ്റ് റേഷ്യോ വളരെ കൃത്യമായി പാലിക്കുന്നു. ICUവിൽ പലപ്പോഴും ഒരു നേഴ്സ് ഒരു പേഷ്യൻ്റ് എന്ന രീതിയിലാണ് ഉള്ളത്. ജനറൽ വാർഡിലും മാനേജബിൾ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ലോഡാണ് സാധാരണ നേഴ്സുമാർക്ക് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് അവർക്ക് ജോലി സ്ട്രെസ്സ് വളരെ കുറവായിരിക്കും. പക്ഷേ ഇന്ത്യയിലും പല ആശുപത്രികളിലും ഒരു നേഴ്സ് ഒരേ സമയം പല പേഷ്യൻസിനെയും നോക്കുന്നുണ്ടാവും. കൂടുതൽ രോഗികളെയൊക്കെ നോക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരു നേഴ്സ് തന്നെ 4ഉം 5ഉം ICU പേഷ്യൻസിനെ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മെൻ്റൽ എക്സ്ഹോഷൻ ഉണ്ടാവും, തളരും. ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ്റെ ജോലി
ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടി അവരുടെ ജോലി സാഹചര്യം നല്ലതായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അത്രയധികം സ്ട്രെസ് ഉണ്ടെങ്കിൽ നേഴ്സ് ടു പേഷ്യൻ്റ് റേഷ്യോ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തളരും. ഇതിലൂടെ നേഴ്സസിൻ്റെ ജീവിതം കൂടുതൽ ഭാരമായിട്ട് അവർക്ക് തോന്നും. അതുകൊണ്ട് അവർ വേറെ രാജ്യങ്ങളിലോട്ട് പോകും. നാലാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കരിയർ ഗ്രോത്താണ്. പല വിദേശ രാജ്യങ്ങളിലും ഈ നേഴ്സിംഗ് പ്രൊഫഷന് വളരെ വ്യക്തമായിട്ടുള്ള കരിയർ ലാഡറുണ്ട്, ഏണിയുണ്ട്. സ്റ്റാഫ് നേഴ്സായി തുടങ്ങുന്ന ഒരാൾ പിന്നീട് സീനിയർ നേഴ്സായിട്ട് മാറും, നേഴ്സ് പ്രാക്ടീഷണറായിട്ട് മാറും, നേഴ്സ് എഡ്യൂക്കേറ്ററായിട്ട് മാറും, നേഴ്സ് മാനേജറായിട്ട് മാറും. ഇങ്ങനെ ഉയരാനുള്ള അവസരങ്ങൾ പല ഹോസ്പിറ്റലിലും ഉണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിൽ സ്പെഷ്യലൈസേഷൻ അവസരങ്ങളും ഉണ്ട്. അവർക്ക് ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് പഠിക്കാനായിട്ട് പറ്റും, കാർഡിയാക് നഴ്സിംഗ് പഠിക്കാനും, ഓങ്കോളജി നഴ്സിംഗ് പഠിക്കാനും, എമർജൻസി നഴ്സിംഗ് പഠിക്കാനുള്ള ഒരു സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കും. അഡ്വാൻസ് ട്രെയിനിങ് പല സ്ഥലങ്ങളിലും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നേഴ്സ് തൻ്റെ കഴിവുകൾ വികസിപ്പിക്കാനും പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി വളർത്താനും അവസരങ്ങൾ പല രാജ്യങ്ങളിലും ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിലും ഇത്തരത്തിലുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കരിയർ ഗ്രോത്ത് കൂടുതൽ ശക്തമായിട്ട് വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയാൽ അവരും അവിടെ നിൽക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. അഞ്ചാമതായിട്ട് ഓരോ വർഷവും നമ്മൾ കൊടുക്കുന്ന ഇൻക്രിമെൻ്റ് ആണ്, അല്ലെങ്കിൽ അലവൻസ് ആണ്. നമ്മൾ ഓരോ വർഷവും കുറച്ച് ഇൻക്രിമെൻ്റ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുകയും അലവൻസ് ഉണ്ടെന്ന് മനസ്സിലാകുകയും ചെയ്താൽ, അതായത് എനിക്കൊരു 40 വയസ്സാകുമ്പോൾ എനിക്ക് ഇത്ര സാലറി കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ മിക്ക നേഴ്സുമാരും അവിടെ നിൽക്കും. മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുഴപ്പമില്ലാത്തൊരു സാലറി കിട്ടും എന്ന് തോന്നുവാണെങ്കിൽ, കാരണം വിദേശ രാജ്യങ്ങളിലെ ചിലവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ ചിലപ്പോൾ അക്കോമഡേഷൻ എടുക്കേണ്ടതായിട്ട് വരും, പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ അമിതമായിട്ടുള്ള ചിലവ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സാലറി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നാട്ടിൽ അത്യാവശ്യം നല്ലൊരു സാലറി കിട്ടുവാണെങ്കിൽ അത് ഓക്കെ ആയിട്ട് പോകും. മറ്റ് രാജ്യങ്ങളിൽ പോകുന്നതിനെക്കാട്ടും ബെറ്റർ ആയിരിക്കും ചിലപ്പോൾ നാട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓരോ വർഷവും ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്ലാബുകൾ അല്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. ആ സ്ലാബുകൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുകയും അപ്പോൾ ആ ഒരു വ്യക്തത കിട്ടും. എനിക്ക് 40 വയസ്സാകുമ്പോൾ എൻ്റെ കരിയർ ഈ ദിശയിലോട്ട് മാറും, എനിക്ക് ഇത്രയധികം സാലറി കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ടായാൽ നേഴ്സുമാർ കുറച്ചും കൂടെ കേരളത്തിൽ നിൽക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ഏകദേശം 5 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു വലിയ ചോദ്യം അപ്പോഴും നിൽക്കുകയാണ്, വിദേശ രാജ്യങ്ങളിൽ പോലെ നമുക്ക് ശമ്പളം എന്തുകൊണ്ട് ഈ ഇന്ത്യയിൽ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല? ഇത് മനസ്സിലാക്കാനായിട്ട് ഹെൽത്ത് കെയർ എക്കണോമിക്സ് കുറച്ചുകൂടെ മനസ്സിലാക്കണം. അതിനായിട്ട് നമുക്കൊരു ICUവിൻ്റെ ഉദാഹരണം നോക്കാം. ഒരു ആശുപത്രിയിൽ 10 ബെഡ് ICU ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ICUവിൽ രോഗികളെ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. അതുകൊണ്ട് തന്നെ നേഴ്സിംഗ് കെയർ അവിടെ വേണ്ടത് 1:1 ആണ്. ഇൻറ്റൻസീവ് കെയർ ആണ് വേണ്ടത്. സാധാരണ വാർഡിൽ ഒരു നേഴ്സിന് 5 മുതൽ 6 രോഗികളെ കാണാമെങ്കിൽ ICUവിലുള്ള ഒരു നേഴ്സ് സാധാരണയായിട്ട് ഒരു രോഗിയെ കാണാനായിട്ട് പറ്റൂ. പരമാവധി 2 പേരെ കാണാം. ഓക്കെ, അപ്പം 10 ബെഡുണ്ട്, നമുക്ക് എത്ര നേഴ്സ് വേണം? ഓക്കെ, 5 നേഴ്സ് വേണം. ചിന്തിച്ചോ, 10 നേഴ്സ് വേണ്ട, 5 നേഴ്സ് വേണം. ഒരു ദിവസം 3 ഷിഫ്റ്റ് ഉണ്ട്, അപ്പം 15 നേഴ്സ് ഒരു ദിവസം വേണം. പക്ഷേ ലീവ് ഉണ്ട്, വീക്കിലി ഓഫ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, സിക്ക് ലീവ് ഉണ്ട്. ഇതെല്ലാം കണക്കെടുക്കുമ്പോൾ ICUവിലെ ഒരു സേഫായിട്ട് റൺ ചെയ്യണമെങ്കിൽ ഒരു 20 മുതൽ 22 സ്റ്റാഫാണ് നമുക്ക് വേണ്ടത്. അത്രയും നേഴ്സസാണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സാലറി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒരു നേഴ്സിന് 40,000 രൂപ ബേസിക് സാലറിയാണ് നമുക്ക് കണക്കാക്കാം. PFും ഇൻഷുറൻസും സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന് കൊടുക്കേണ്ടി വരുന്ന ഒരു 55,000 രൂപയൊക്കെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ 22 നേഴ്സ് ഉണ്ടെങ്കിൽ നേഴ്സിംഗ് സ്റ്റാഫിന് മാത്രമായിട്ട് ഹോസ്പിറ്റലിൽ ചിലവാക്കേണ്ട പണം എത്രയായിരിക്കും? ഒരു 12 ലക്ഷം രൂപയായിരിക്കും. 10 ICU ബെഡ് ഉള്ളതിനാൽ ഒരു ബെഡിന് മാസം ഏകദേശം 1.2 ലാക്സ് ആണ് ചിലവ് വരുന്നത്. അതായത് ഒരു ദിവസം ഒരു ICU ബെഡിന് വെറും നേഴ്സിംഗ് കോസ്റ്റ് മാത്രമായിട്ട് ഏകദേശം 4,000 രൂപ ചിലവാകും. ഇത് എല്ലാ ബെഡും എല്ലാ ദിവസവും ഫുള്ളായാലാണ് ഈ ഒരു കോസ്റ്റ് പറയുന്നത്. അതിന് പകരം 5 ബെഡേ ഫുള്ളാവുന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ ആവും. ICUവിൻ്റെ ചിലവ് ഇവിടെ അവസാനിക്കുന്നില്ല എന്നോട് ഓർത്തിരിക്കുക. ICU ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ വെന്റിലേറ്റേഴ്സ് ഉണ്ട്, മോണിറ്റേഴ്സ് ഉണ്ട്, ഇൻഫ്യൂഷൻ ഉണ്ട്, പമ്പ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഡിസ്പോസിബിൾ ഉണ്ട്, ലാബ് ടെസ്റ്റ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, ബയോമെഡിക്കൽ മെയിൻ്റനൻസ് ഉണ്ട്, ഹൗസ് കീപ്പിംഗ് ഉണ്ട്. ഇതെല്ലാം ചേർന്നാൽ ഒരു ICU പേഷ്യൻറ്റ് ഒരു ദിവസം നോക്കാൻ ഹോസ്പിറ്റലിന് തന്നെ 11,000 മുതൽ 20,000 രൂപ വരെ ചിലവാകുന്നു. ഇതിൻ്റെ കൂടെ അവരെന്ത് ചെയ്യും? അഡീഷണൽ ആയിട്ട് അവർക്ക് സർവീസ് ചാർജ് വേണം, അതും കൂടി ഇടും. അപ്പോൾ 30,000 40,000 രൂപ വരെയൊക്കെ നമുക്ക് ഒരു ദിവസം ICUവിൽ കിടത്തുമ്പോൾ ചിലവ് വരും. ഞാൻ പറഞ്ഞ മിക്ക രാജ്യങ്ങളിലും ഹെൽത്ത് കെയർ ഇൻഷുറൻസ് ഉണ്ട്. ഹെൽത്ത് കെയർ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചാർജാണ് ഓരോ ബെഡിനിടുന്നത്. ഏകദേശം 1 ലക്ഷം രൂപയൊക്കെ ഒരു ദിവസം ചാർജ് വരും. അങ്ങനെ വരുമ്പോൾ അവർക്ക് നേഴ്സുമാർക്ക് അത്രയും മാത്രം ശമ്പളം കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വളരെയധികം അത്യാവശ്യമാണ്. നേഴ്സുമാർക്ക് മാന്യമായ ശമ്പളവും ബഹുമാനവും നിർബന്ധമായിട്ട് ലഭിക്കണം. അതോടൊപ്പം സാധാരണ രോഗിക്ക് ചികിത്സ ലഭ്യമാകുന്ന ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം നിലനിൽക്കണം. ഈ രണ്ടും സംരക്ഷിക്കുന്ന ഒരു ബാലൻസ്ഡ് മോഡലാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞതാണ്, പല ഹോസ്പിറ്റലുകളും പല രീതിയിലാണ്. ഇപ്പോൾ കോർപ്പറേറ്റ് ആശുപത്രി പോലെ അല്ല ഒരു 30 ബെഡ് അല്ലെങ്കിൽ 40 ബെഡ് അല്ലെങ്കിൽ 50 ബെഡുള്ള ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത്. ഈ 20 ബെഡും 30 ബെഡും 50 ബെഡുള്ള ആശുപത്രിയിൽ പലപ്പോഴും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ചേർന്നായിരിക്കും നടത്തുന്നത്. അപ്പോൾ അവിടെ ഹൈ സാലറി കൊടുത്തു കഴിഞ്ഞാൽ
ഗ്രാമങ്ങളിലും അതുപോലെ ചെറിയ പട്ടണങ്ങളിലുമുള്ള ഏരിയയിൽ എന്തു സംഭവിക്കും? രോഗികളുടെ ചികിത്സാ റേറ്റ് വളരെയധികം കൂടും, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ചെറിയ ആശുപത്രിയിലേക്ക് ഈ ലോഡ് വലുതായിട്ട് വരും. ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം. ഇത്തരത്തിൽ 2-3 ഡോക്ടേഴ്സൊക്കെ നടത്തുന്ന ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറൊക്കെ നടത്തുന്ന ഹോസ്പിറ്റലിൽ ഒരു പ്രോഫിറ്റ് മോഡലിലായിരിക്കും അവർ പോകുന്നത്. ഒരു ചിലവ് സ്ഥിരമായിട്ടുണ്ടായിരിക്കും. സ്റ്റാഫ് ഉണ്ടാവും, വൈദ്യുതി ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, മരുന്നുകളുണ്ടാവും, മെയിൻ്റനൻസ് ഉണ്ടാവും, എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും, സർവീസ് ചാർജ് ഉണ്ടാവും, ഹൗസ് ക്ലീനിങ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവും. അവിടെ അവർക്ക് എന്തായാലും ഒരു ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്. ചില മാസങ്ങളിൽ ചിലപ്പോൾ പേഷ്യൻറ്റ് കാണില്ല, ചില മാസങ്ങളിൽ പേഷ്യൻറ്റ് കാണും. അപ്പോൾ അതൊന്നും അവർ നോക്കാതെ ഒരു ബാലൻസിലായിരിക്കും പോകുന്നത്, ചെറിയ മാർജിനിൽ. വളരെ പെട്ടെന്ന് സാലറി ഹൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെറിയ ആശുപത്രിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, അവർ തകർന്നു പോകും. അവർ കോർപ്പറേറ്റുകൾ വിഴുങ്ങും. അതുമാത്രമല്ല, കോർപ്പറേറ്റുകൾക്ക് പിന്നെയും പറ്റും. കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ കുറച്ചുകൂടെ ഒരു മണി റിസർവ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ മണി റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ബാലൻസ് കൊണ്ടുവന്നേ ഇതിനൊരു പരിഹാരം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് വളരെ വലിയൊരു ടഫ് ഡിസിഷനാണ്. അപ്പം ഇത് പറയുമ്പോൾ പല ആളുകൾക്കും ദഹിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നല്ല കറക്റ്റായിട്ട് മനസ്സിലായാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുള്ളൂ. കാരണം ഒരു ചെറിയ ആശുപത്രി ബ്രേക്ക് ഈവൻ ലെവലിലാണ് മിക്കതും പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്റ്റാഫ് കോസ്റ്റ് അപ്രതീക്ഷിതമായിട്ടൊരു 30 മുതൽ 40% പെട്ടെന്ന് ഉയർന്നു കഴിഞ്ഞാൽ ആ ആശുപത്രി സാമ്പത്തികമായ സമ്മർദ്ദത്തിലാവും. ചില ആശുപത്രികൾ അത് സഹിക്കാനായിട്ട് കഴിയില്ല. ചിലർ സർവീസ് ചാർജ് ഉയർത്താനായിട്ട് ശ്രമിക്കും, പക്ഷേ അവരുടെ പ്രദേശത്തുള്ള ആളുകൾ അത് സമ്മതിക്കില്ല. അത്ര ഉയർന്ന ചികിത്സ വന്നു കഴിഞ്ഞാൽ രോഗികൾ അവിടെ വരാതാവും. അതോടെ ആശുപത്രിയുടെ വരുമാനം വീണ്ടും കുറയും, ആശുപത്രികൾ ഇല്ലാതാവും. അപ്പോൾ ചെറിയ ആശുപത്രികൾ നശിക്കും. ചെറിയ ആശുപത്രികൾ നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. എന്ത് സംഭവിക്കും? വലിയ കോർപ്പറേറ്റുകൾ മാത്രം വരും. കോർപ്പറേറ്റുകൾ മാത്രം വന്നു കഴിഞ്ഞാൽ ചെറിയ അസുഖത്തിനും ധാരാളം ഇൻവെസ്റ്റിഗേഷൻ വരും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു നട്ടെല്ലെന്ന് പറഞ്ഞാൽ ചെറിയ ആശുപത്രികളിലാണ്. ചെറിയ ആശുപത്രികൾ ധാരാളമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മുമ്പ് നിർത്തിയത്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പണ്ടൊക്കെ ഒരു 5-10 കിലോമീറ്റർ ചുറ്റളവിൽ ചെറിയ ക്ലിനിക്കുകളും ചെറിയ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പലതും അടച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ നമ്മുടെ കോസ്റ്റ് സാധാരണ ആളുകൾക്ക് കൂടുകയാണ്. ഇത് സർക്കാർ ആക്ച്വലി കുറച്ച് ദിവസം എടുത്ത് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ട പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പല ഹോസ്പിറ്റലുകളും നഴ്സുമാർക്ക് നല്ലവണ്ണം ചാർജസ് കൂട്ടിക്കൊടുക്കാൻ റെഡിയാണ്. അത് വളരെ സ്വാഗതാർഹമാണ്. അവരെ വളരെയധികം അക്സെപ്റ്റ് ചെയ്യുകയാണ്. സർക്കാരുമായിട്ട് ഒരു കൃത്യമായ ഡിസ്കഷൻ നടന്ന് കുറച്ച് സർക്കാർ ഏറ്റെടുക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നല്ലവണ്ണം ഈ ഹോസ്പിറ്റലുകൾ നടത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ മാത്രമേ ഈ രാജ്യത്തുണ്ടാവുള്ളൂ. ഞാൻ 2 രീതിയിലും ചിന്തിച്ചാണ്. എനിക്കല്ലാതെ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഈ ഒരു സംസാരത്തിൽ നിന്ന് കിട്ടുന്നില്ല. ഞാൻ നഴ്സിങ്ങിൻ്റെ രീതിയിൽ തന്നെയാണ് കൂടുതലും ചിന്തിച്ചത്. എന്നിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മൾ എഴുതി നോക്കിയപ്പോഴാണ് ഈ ഒരു കാൽക്കുലേഷൻ എനിക്ക് മനസ്സിലായത്. നഴ്സിംഗ് എന്നത് സാധാരണ ഒരു ജോലിയല്ല. അതൊരു മനുഷ്യജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹത്തായിട്ടുള്ളൊരു ഉത്തരവാദിത്തം തന്നെയാണ്. ഒരു രോഗി ആശുപത്രി പ്രവേശിക്കുന്ന നിമിഷം മുതൽ അവർ തന്നെയാണ് എല്ലാ കാര്യവും നോക്കുന്നത്. ഏറ്റവും കൂടുതൽ സമയം പേഷ്യൻസിനോട് നിൽക്കുന്നത് നഴ്സുമാരാണ്. പല രോഗികളുടെയും വേദനയും ഭയവും ആദ്യം കാണുന്നതും നഴ്സുമാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ശമ്പളവും നല്ല ബഹുമാനവും കിട്ടണമെന്ന് എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നല്ലവണ്ണം ഡിസ്കസ് ചെയ്ത് ഈ ടയർ സെറ്റ് ചെയ്യണം. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇത്രയും സാലറി, കുറച്ചുകൂടെ എക്സ്പീരിയൻസ് കിട്ടും ഇത്രയും സാലറി. ഇതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് സെറ്റ് ചെയ്യുകയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടെ എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. ഒരു കാരണവശാലും ICUയും എമർജൻസിയും ലേബർ വാർഡും നമ്മുടെ ഈ സമരങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. കാരണം അവിടെ വരുന്നത് അത്യാഹിതങ്ങളാണ്. ആ സമയത്ത് നമ്മൾ നമ്മുടെ ജോലിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എന്ത് കാരണമായിക്കോട്ടെ ആ രോഗികളെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഒന്നും ചെയ്യാത്ത രോഗികൾ. ഒരു കാരണവശാലും അത്തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ആശുപത്രികൾക്കെതിരെ സമരം ചെയ്യാം, സർക്കാരിനെതിരെ സമരം ചെയ്യാം, ആർക്കെതിരെ വേണമെങ്കിലും സമരം ചെയ്യാം. പക്ഷേ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും സമരം ചെയ്യരുത്. ഈ പ്രശ്നത്തിന് ഒരു പ്രായോഗികവും നീതിയുള്ളതുമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഒരു നല്ലൊരു സാലറി സ്ട്രക്ചർ, വലിയ ആശുപത്രിയുടെ സൈസിനനുസരിച്ചുള്ള സ്ട്രക്ചറാണ് ഉണ്ടാക്കേണ്ടത്. ഒരു നല്ലൊരു ശമ്പള ഘടന തീരുമാനിക്കണം. അടിസ്ഥാനമായിട്ടുള്ളൊരു ശമ്പളവും അതുപോലെ ബെഡ് കൂടുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻക്രിമെൻറ്റും അതുപോലെ എക്സ്പീരിയൻസ് വരുന്നതിനനുസരിച്ചുള്ള ഒരു ഇൻക്രിമെൻറ്റും എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. നമ്മുടെ ലക്ഷ്യം നഴ്സുമാരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക തന്നെയാണ്. ഒരിക്കലും അവരുടെ പ്രയത്നത്തിനെയും കഴിവിനെയും നമ്മൾ വില കുറച്ച് കാണുന്നില്ല. ഒരു സ്ഥിരതയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. നഴ്സുമാർക്ക് നീതി ലഭിക്കണം, ആശുപത്രികൾ നിലനിൽക്കുകയും ചെയ്യണം. ഏറ്റവും പ്രധാനമായി രോഗിക്ക് ചികിത്സ ലഭ്യമാകുന്ന ഒരു ആരോഗ്യ സംവിധാനവും ശക്തമായി ഇവിടെ തുടരണം.
ഈ ഒരു 3 കാര്യങ്ങളും ഒരുമിച്ച് സംരക്ഷിക്കുന്ന ഒരു മാതൃകയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയാനായിട്ട് കഴിയും, നഴ്സുമാർ വിദേശത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല, അതിനുള്ളൊരു സാഹചര്യം ഇപ്പോൾ നമ്മളെ കേരളത്തിലില്ല, നമുക്ക് നല്ലൊരു ആരോഗ്യ സംവിധാനമുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു ടോക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.